അയ്യോ, എനിക്ക് സംസ്ഥാന പ്രസിഡന്റ് ആകണ്ടേ, നമിച്ചു. കേന്ദ്ര സഹവാഴാജി BJP നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ട് പറഞ്ഞ വാചകമാണ്. ഇതിൽ എല്ലാമുണ്ട്. കേരളത്തിൽ ജന്മകാലം കച്ചി തൊടാൻ പോകുന്നില്ല. അതിൻ്റെ തലപ്പത്തെങ്ങാനം കയറിയിരുന്ന ആ പൊങ്കാല ഏറ്റുവാങ്ങാൻ എനിക്കിനി വയ്യ, ഞാനുള്ള ഇമേജും കൊണ്ട് അങ്ങ് ജീവിച്ച് പോകാമേ എന്ന രീതിയിലുള്ളതാണ് ആ മറുപടി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാവുമോ? അറിയില്ല, ചോദിക്കാം. നോക്കട്ടെ. അല്ല, ഏതെങ്കിലും തരത്തിൽ അവിടെ പാലക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏതെങ്കിലും വിഭാഗീയ പ്രവർത്തനങ്ങൾ നടന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ കാര്യം. നോക്കട്ടെ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ഈ 2 മൊബൈൽ മാത്രമേ ഉള്ളൂ. അല്ല, ഈ സംസ്ഥാന റിപ്പോർട്ട് സുരേന്ദ്രൻ അടക്കമുള്ളവരെ പ്രതിക്കൂട്ടിലാക്കുന്നു എനിക്കറിയില്ല, ഒന്നും അറിയില്ല. അങ്ങ് വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് ആകും. നമ്മുടെ നാട്ടില് തലശ്ശേരിയിൽ ഒരു ചൊല്ലുണ്ട്, ഞാനൊരു മാവിലായിക്കാരനാണ്. ഇന്നിങ്ങനെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നത്. സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ആവാൻ ഒരിക്കലും ഉദ്ദേശമില്ല. കാരണം സംസ്ഥാന പ്രസിഡന്റ് ഞാൻ ഒരു തവണയായി 6 വർഷം പാർട്ടിക്ക് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി എനിക്ക് വേറെ ധാരാളം ചുമതലകൾ തന്നിട്ടുണ്ട്. ആ ചുമതലകളാണ് ഞാൻ നിർവഹിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള നേതൃമാറ്റം ഉണ്ടാവും നിലവിലെ അവസ്ഥയിൽ സംസ്ഥാനത്ത്? ഒന്നും അറിയില്ല. അതൊക്കെ നമ്മൾ അന്വേഷിച്ചല്ലേ പറയാൻ പറ്റും. മൊത്തം ചോദ്യങ്ങൾക്കും പൊട്ടങ്കളിയും ഒടുവിൽ സംസ്ഥാന പ്രസിഡന്റ് പദവി വന്നപ്പോൾ അദ്ദേഹം തുറന്ന് സ്വന്തം നിലപാട് പറഞ്ഞു. 6 വർഷമായി, അപ്പോൾ തന്നെ എനിക്ക് മാക്സിമം തികഞ്ഞു. ഇനിയും കൂടി കയറിയിരുന്ന ഈ മണ്ടരി ബാധിച്ച പാർട്ടി അത് നേരിടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ഒപ്പം ചുറ്റാകെ നിൽക്കുന്ന തൊഴുത്തിൽ കുത്തുകാരും കൂടി ചേർന്നു എന്നെ കൊത്തിവലിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യം BJPക്ക് കേരളത്തിൽ ഇനി രാഷ്ട്രീയ ഭാവിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്ന വ്യക്തിയാണ് കേന്ദ്ര സഹവാഴാജി. അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെന്ന് തീവണ്ടിക്ക് തലവെക്കുമോ? തലവെച്ചാൽ അത് ഉരുളുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, സ്വന്തം അനുയായും വലം കൈയായിട്ടുള്ള ഉള്ളിയുടെ അവസ്ഥ കണ്ടിട്ട് സഹതപിക്കാനല്ലാതെ മുൻ കേന്ദ്ര സഹവാഴന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. തൻ്റെ അനുയായിയാണ്, സതീർത്ഥ്യനാണ്, താൻ കൊണ്ടുവന്ന് ഇരുത്തിയതാണ്. പക്ഷേ അകപ്പെട്ടപ്പോൾ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടുപോലും പറ്റില്ല. അപ്പോൾ ഞാൻ തന്നെ ആ കസേരയിൽ കയറി ഇരുന്നു കൊടുത്താൽ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന കുലംകുത്തികൾ, കാലുവാരികൾ, അധികാരമോഹികളെല്ലാം കൂടി ചേർന്ന് ഇത്രയും കാലം ഞാൻ കഷ്ടപ്പെട്ട ഒരു കേന്ദ്ര സഹമന്ത്രിയായിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്ത സകല ഇമേജും തകർത്ത് എൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി നശിപ്പിക്കുമെന്ന് കേന്ദ്ര മുൻ സഹവാഴാജി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് മുരളീധർജി നൈസായിട്ട് എസ്കേപ്പിസം അടിക്കുന്നത്. കേരളത്തിലെ BJPയുടെ തലപ്പത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സൂയിസൈഡ് പോയിന്റിൻ്റെ എൻഡിൽ നിൽക്കും പോലെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. സ്വാഭാവികമായിട്ടും ഇനി എനിക്കതിന് നിന്നു കൊടുക്കാൻ വയ്യ, ഞാൻ 6 വർഷം ഇരുന്ന് കോട്ട തികച്ചിട്ടുണ്ട്. ഇനി വേറെ ഏതെങ്കിലും ചാവേറിനെയോ ബലിയാടിനെയോ കൊണ്ടുവന്ന ആ പദവിയിൽ ഇരുത്താനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അല്ലാതെ എന്നെ കിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹം സ്വയം തടി തപ്പി ഒഴിയുകയാണ്. പാലക്കാട് ഊപ്പാട് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ജയിക്കൂ എന്നുള്ള അവകാശവാദമൊക്കെ ഉന്നയിച്ച് പ്രവർത്തകർ ഒന്നടങ്കം എതിരായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയൊക്കെ തലകൾക്ക് വേണ്ടിയുള്ള മുറവിളി ഉയർത്തുന്നത് വേറെ ആരുമല്ല, ആ പാർട്ടിക്കകത്തുള്ളവർ തന്നെയാണ്. സന്ദീപ് ജി വാര്യർ കൂടി പോയപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർട്ടിക്കകത്ത് സവർണരുടെ കുത്തക നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ RSSൻ്റെ ഭൂരിപക്ഷമായിട്ടുള്ള ആ സവർണ ടീമുകൾ അവർ എപ്പോൾ വേണമോ വെട്ടിവീഴ്ത്താൻ അവസരം കാത്തിരിക്കുകയാണ്. അതിന് നിന്നുകൊടുക്കാനില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് മുരളീധരൻ എസ്കേപ്പ് ആയിരിക്കുന്നത്. ഇതോടെ BJP സംസ്ഥാന അധ്യക്ഷൻ ആരാകുമെന്നത് വീണ്ടും അനിശ്ചിതത്വത്തിലാകുകയാണ്. സുരേന്ദ്രന് ശേഷം നയിക്കാൻ ശേഷിയുള്ള വേറെ ആരും ഇല്ല എന്ന അവസ്ഥയിലേക്ക് BJP കൂപ്പുകുത്തുകയാണ്.